ഒരു ചെറിയ ഗ്രാമത്തിൽ അത്യാഗ്രഹിയായ ഒരു കാക്ക താമസിച്ചിരുന്നു. അത് ആരുമായും ഒന്നും പങ്കുവച്ചിരുന്നില്ല. ഒരു ദിവസം അത് ഒരു കടയുടമയിൽ നിന്ന് ഒരു സ്വർണ്ണ അപ്പം മോഷ്ടിച്ചു. കാക്ക കഴിക്കാൻ തയ്യാറായപ്പോൾ അപ്പം സംസാരിച്ചു. "നീ എന്നെ തിന്നാൽ നിനക്ക് വിചിത്രമായ എന്തെങ്കിലും സംഭവിക്കും." കാക്കയുടെ കണ്ണുകൾ വിടർന്നു. സംസാരിക്കുന്ന അപ്പം, എനിക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാക്ക ചിരിച്ചുകൊണ്ട് ഒരു കഷണം തിന്നു. പെട്ടെന്ന് അതിന്റെ ചിറകുകൾ കടും പിങ്ക് നിറമായി. അതിന്റെ കൊക്ക് നീലയായി മാറിയിരിക്കുന്നു. വാൽ പച്ചയായി മാറിയിരിക്കുന്നു. മറ്റു പക്ഷികൾ ചിരിച്ചുകൊണ്ട് വിളിച്ചു, "പറക്കുന്ന മഴവില്ല." കാക്ക ഭയന്ന് ചികിത്സയ്ക്കായി യാചിക്കാൻ തുടങ്ങി. റൊട്ടി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "ഒരു ആഴ്ചത്തേക്ക് ഭക്ഷണം പങ്കിടൂ." കാക്കയ്ക്ക് ഭക്ഷണം പങ്കിടുന്നത് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ അവന് മറ്റു മാർഗമില്ലായിരുന്നു. കാക്ക ഭക്ഷണം പങ്കിടാൻ തുടങ്ങി. അത് ഇഷ്ടപ്പെട്ടു തുടങ്ങി. ആഴ്ചയുടെ അവസാനത്തോടെ അതിന്റെ കറുത്ത ചിറകുകൾ തിരിച്ചെത്തി. അത് ഗ്രാമത്തിലെ ഏറ്റവും ഉദാരമതിയായ പക്ഷിയായി മാറി. കാക്ക പഠിച്ചു, അത്യാഗ്രഹം നിങ്ങളെ വിഡ്ഢിയാക്കുന്നു, പക്ഷേ പങ്കിടൽ നിങ്ങളെ പ്രകാശിപ്പിക്കുന്നു. വെയിൽ ഉള്ള ഒരു ദിവസം ഒരു വലിയ ബസ് കാട്ടിലൂടെ കടന്നു പോകുകയായിരുന്നു. ആവേശഭരിതരായ എല്ലാ കുഞ്ഞു പക്ഷികളും മൃഗങ്ങളും നദിക്കരയിൽ ഒരു പിക്നിക്കിന് പോവുകയായിരുന്നു. അവരുടെ അധ്യാപകൻ മിസ് ബന്ദറിയ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "നമ്മൾ എത്താറായി. കുട്ടികളെ, ദിവസം ആസ്വദിക്കാൻ തയ്യാറാകൂ." ബസ് നദിക്കരയിൽ നിർത്തി എല്ലാ കുട്ടികളും ഭക്ഷണവും വെള്ളവും നൽകി ഇറങ്ങി. കൊക്കിൽ പേരക്ക കൊട്ടയുമായി തത്ത പറന്നു. വെള്ളക്കുപ്പികളുമായി ആന മുന്നോട്ട് നടന്നു. അണ്ണാൻ ഒരു സഞ്ചി നിറയെ പരിപ്പുമായി തുള്ളുകയാണ്. മുയൽ ഒരു കൊട്ട പുതിയ കാരറ്റും പിടിച്ചുകൊണ്ട് നടന്നു. മിസ് ബന്ദറിയ എല്ലാവർക്കും വേണ്ടി വാഴപ്പഴം കൊണ്ടുവന്നു. അപ്പോഴാണ് ഒരു ചെറിയ ആമ വളരെ പതുക്കെ നടന്നു വന്നത്. ചില മൃഗങ്ങൾ മന്ത്രിച്ചു, "അത് ഭക്ഷണമില്ലാതെയാണ് വന്നത്." മിസ് ബന്ദറിയ പറഞ്ഞു, "അതൊന്നും സാരമില്ല. ഞങ്ങളുടെ വനകുടുംബത്തിൽ ഞങ്ങൾ പരസ്പരം കാര്യങ്ങൾ പങ്കിടുകയും പരസ്പരം പരിപാലിക്കുകയും ചെയ്യുന്നു." അങ്ങനെ എല്ലാവരും ആമയ്ക്ക് കുറച്ച് വാഴപ്പഴം, പേരക്ക, ബദാം, കാരറ്റ് എന്നിവ കൊടുത്തു. ആമ പുഞ്ചിരിച്ചു, എന്നിട്ട് തന്റെ ബാഗ് തുറന്നു. ഉള്ളിലുള്ളത് കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. അയാൾ എല്ലാവർക്കും വേണ്ടി ഒരു രുചികരമായ ഫ്രൂട്ട് കേക്ക് കൊണ്ടുവന്നു. അവരെല്ലാം സന്തോഷത്തോടെ കൈയടിക്കാൻ തുടങ്ങി. ഇന്ന് എല്ലാവരും ഒരു പ്രധാന കാര്യം പഠിച്ചു. ഒരിക്കലും ആരെയും പെട്ടെന്ന് വിധിക്കരുത്. ദയയും പങ്കുവയ്ക്കൽ എല്ലാം മികച്ചതാക്കുന്നു.